നീറ്റ് 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഇത്തവണ ഇന്ത്യയിൽ വെച്ച് മാത്രമാണ് നീറ്റ് എക്സാം നടക്കുന്നത്. ഇനി വിദേശത്ത് പോയി MBBS പഠിക്കേണ്ട വിദ്യാർത്ഥികൾക്കും ഇന്ത്യയിൽ നടക്കുന്ന നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യേണ്ട ഒരു നിയമം പ്രാബല്യത്തിലുണ്ട്. നീറ്റ് എക്സാം മെയ് 5 കഴിഞ്ഞു. ജൂൺ 14 നീറ്റ് റിസൾട്ട് വന്നു. അതിനുശേഷം നമുക്ക് ഈ കാറ്റഗറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ളൊരു അവസരം ഈ OBC ആയിട്ടാണ് വെച്ചതെങ്കിൽ ജനറലിലോട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ മാറ്റാം. പ്രാദേശിക ഭാഷകളിൽ പരീക്ഷ എഴുതണം എന്നൊരു അഭിപ്രായം ബ്രില്യൻറ്റിനില്ല. ഇംഗ്ലീഷിലാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്, എന്നിട്ട് മറ്റു ഭാഷകളിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പല തെറ്റുകളും വന്നേക്കാം. അങ്ങനെ നിങ്ങൾക്ക് തെറ്റുകൾ വന്നാൽ ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിന്റെ 82ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം. നമസ്തേ. കഴിഞ്ഞ വാരം ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാം കണ്ടിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാം, ശിവൻ സാർ അതിലൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് വരുന്ന ആഴ്ച നമ്മുടെ നീറ്റ് ആപ്ലിക്കേഷൻ വന്നിരിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ പ്രേക്ഷകരുമായി സംസാരിക്കാൻ പോകുന്നത്. പറഞ്ഞതുപോലെ തന്നെ അത് സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ശിവൻ സാർ, നമ്മുടെ നീറ്റ് ആപ്ലിക്കേഷൻ വന്നിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട്. തീർച്ചയായിട്ടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വീണ്ടും കൃത്യമായ ഒരു ഉത്തരവാദിത്തോടുകൂടി തന്നെ, കാരണം എപ്പോഴും നോട്ടിഫിക്കേഷനും ആ എക്സാമിന്റെ ഡീറ്റെയിൽസ്, സിലബസ്, അതിന്റെ പാറ്റേൺ ഒക്കെ നേരത്തെ പറയുന്നത് ഇതിനായിട്ട് തയ്യാറെടുക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വലിയ ഉപകാരം തന്നെയാണ്. ഇത്തവണ സാധാരണ കഴിഞ്ഞ തവണ നമുക്കറിയാം മാർച്ച് 5 നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത്. ഇത്തവണ സിലബസ് നവംബറിൽ തന്നെ പ്രസിദ്ധീകരിക്കുകയും നോട്ടിഫിക്കേഷൻ ഫെബ്രുവരി 9 പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഏറ്റവും നല്ല രീതിയിൽ തന്നെയുള്ള ഒരു തുടക്കം തന്നെയാണ് നീറ്റ് 2024. സർ, നീറ്റ് 2024 ആരൊക്കെ അപ്ലൈ ചെയ്യണം? ഇന്ത്യയിലെ മെഡിക്കൽ ആസ്പിരൻസ് ആയിട്ടുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ, ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഒരു ദിവസം ഓഫ്ലൈൻ രീതിയിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു പരീക്ഷയാണ് നീറ്റ് എക്സാം. ഇന്ത്യയിലുള്ള MBBSന്റെയും BDSന്റെയും 1,00,000-ൽ പരം സീറ്റുകളുടെ മുഴുവൻ പ്രവേശനവും, അത് ഗവൺമെന്റ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും മാനേജ്മെന്റ് മേഖലയാണെങ്കിലും NRI മേഖലയാണെങ്കിലും നീറ്റ് 2024 റാങ്കിലൂടെ മാത്രമേ നമുക്ക് പ്രവേശനം സാധ്യമാവുകയുള്ളൂ. ഇനി വിദേശത്ത് പോയി MBBS പഠിക്കേണ്ട വിദ്യാർത്ഥികൾക്കും ഇന്ത്യയിൽ നടക്കുന്ന നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യേണ്ട ഒരു നിയമം പ്രാബല്യത്തിലുണ്ട്. അപ്പോൾ അവർക്കും പ്രധാനപ്പെട്ടത് തന്നെയാണ്. MBBSന്റെയും BDSന്റെയും പ്രവേശനത്തിനപ്പുറം ഇതിനിപ്പോൾ വലിയൊരു മാനം വന്നിരിക്കുന്നത് BSc നഴ്സിംഗ്. സാധാരണ ജനങ്ങൾക്കിടയിലുള്ള ഏറ്റവും വലിയൊരു തൊഴിൽ മേഖല എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന BSc നഴ്സിംഗ് പ്രവേശനവും വലിയൊരു സാധ്യതയായിട്ട് മുൻപിൽ നിൽക്കുന്നു നീറ്റ് 2024 പിന്നെ നമുക്കറിയാം കേരളത്തിലെ ഉൾപ്പെടെയുള്ള അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി അങ്ങനെയുള്ള 13 മെഡിക്കൽ പ്രോഗ്രാമുകൾക്കും നീറ്റ് 2024 റാങ്കാണ് ഉപയോഗിക്കുന്നത്. വെറ്റിനറിയുടെയും അതുപോലെ തന്നെ വെറ്റിനറിയുടെ ഓൾ ഇന്ത്യ തലത്തിലുള്ള പ്രവേശനവും തീരുമാനിക്കുന്നത് നീറ്റ് 2024. അപ്പോൾ മെഡിക്കൽ പ്രൊഫഷൻ ഒരു കരിയറായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ, അയാൾ എത്ര നാളായിട്ടുള്ള സ്വപ്നമാണ്, എത്ര നാളായിട്ടുള്ള തയ്യാറെടുപ്പാണെന്നൊക്കെയുള്ളത് നമ്മൾ നിത്യവും കാണുന്നതാണ്. അതിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള ഒരു ഫൈനൽ എക്സാമാണ് മെയ് 5 നീറ്റ് 2024. സർ, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മെയ് 5 സാർ പറഞ്ഞ പോലെ നീറ്റ് എക്സാം. അതിനെക്കുറിച്ചൊന്ന് വിശദമായി പറഞ്ഞു കൊടുക്കും. മെയ് 5 ഉച്ച കഴിഞ്ഞിട്ട് 2 മുതൽ 5:20 വരെയാണ് എക്സാം. 200 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ സെക്ഷൻ എ, സെക്ഷൻ ബി എന്ന് കഴിഞ്ഞ വർഷം നടത്തിയ അതേ പാറ്റേണിൽ തന്നെയാണ്. സെക്ഷൻ എയിൽ 35 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. സെക്ഷൻ ബിയിൽ 15 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി അതിൽ 50 ചോദ്യങ്ങൾ വീതം 45 എണ്ണത്തിനാണ് നമ്മൾ ആൻസർ പറയേണ്ടത്. ആ സെക്ഷൻ ബിയിലുള്ള 15 എണ്ണത്തിൽ ഏറ്റവും കൃത്യമായി നമുക്കറിയാവുന്ന 10 എണ്ണമാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. 10-ൽ കൂടുതൽ സെക്ഷൻ ബിയിൽ നമ്മൾ മാർക്ക് ചെയ്താൽ ആദ്യത്തെ 10 എണ്ണമായിരിക്കും റീഡ് ചെയ്യുക. നമുക്കറിയാം ശരി ഉത്തരത്തിന് 4 മാർക്കും തെറ്റിപ്പോയി കഴിഞ്ഞാൽ -1 അങ്ങനെയാകുമ്പോൾ 720-ൽ തന്നെയാണ് മാർക്ക്. അതായത് നീറ്റിന്റെ സ്ഥിരം പാറ്റേണിൽ തന്നെയാണ്. അപ്പം 3 മണിക്കൂറും 20 മിനിറ്റ് കൊണ്ടുമാണ് നമ്മൾ കൃത്യമായി 180 ഉത്തരങ്ങളിലോട്ട് എത്തിച്ചേരേണ്ടത്. നീറ്റ് എക്സാമിന്റെ അതിനുശേഷം ജൂൺ 14 നീറ്റ് എക്സാമിന്റെ ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ നമ്മൾ റിസർവേഷന്റെയും സാധ്യതയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് പ്രവേശനം വിലയിരുത്തേണ്ടത്. MBBS ആണെങ്കിലും അത് ഗവൺമെന്റ് മേഖല, സ്വകാര്യ മേഖല, ഡീംഡ്, NRI അല്ലെങ്കിൽ വിവിധ സ്റ്റേറ്റിൽ വഴിയുള്ള പ്രവേശന രീതികളൊക്കെ നമുക്ക് ആ ജൂൺ 14 ശേഷമാണ് വിലയിരുത്തേണ്ടതും. അതിനനുസരിച്ചാണ് ആ
നമുക്ക് അഡ്മിഷൻ എടുക്കേണ്ട ആ ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യുന്നത്. ശിവൻ സാർ, ഏതൊക്കെ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും? അതുപോലെ തന്നെ ഫീസ് എത്രത്തോളമാണ് അപ്ലൈ ചെയ്യുന്നത്? നമുക്കറിയാം, കാറ്റഗറി നമ്മൾ അപ്ലൈ ചെയ്തിട്ട് തന്നെയാണ് നീറ്റിന് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ നീറ്റ് എന്ന് പറയുന്നത് നമുക്ക് മെയ് 5 നടക്കുന്ന ഒരു പ്രവേശന പരീക്ഷയാണെന്നും ആ പരീക്ഷയിൽ കിട്ടുന്ന റാങ്കിനനുസരിച്ചാണ് നമ്മളുടെ പ്രവേശന സാധ്യത എന്ന് പറഞ്ഞു. അപ്പം നീറ്റിന് നമ്മൾ കാറ്റഗറി എൻട്രി ചെയ്യുന്നത് അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന അഡ്മിഷന് ഏതൊക്കെ കാറ്റഗറിയാണുള്ളത് എന്നുള്ളതനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്കറിയാം, കർണാടകത്തിൽ സ്റ്റേറ്റ് കോട്ടയുണ്ട്, അവിടെ പല പല നിയമങ്ങളുണ്ട്, പല പല സാധ്യതകളുണ്ട്. കേരളത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുണ്ട്, സ്വകാര്യ മെഡിക്കൽ കോളേജുകളുണ്ട്, അഗ്രികൾച്ചർ വെറ്റിനറി പോലെയുള്ളതുണ്ട്, തമിഴ്നാട്ടിലെ മെഡിക്കൽ പ്രവേശനമുണ്ട്. അപ്പം നീറ്റിന് നമ്മൾ ഒരു കാറ്റഗറി കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഓൾ ഇന്ത്യ കോട്ട, എയിംസ്, ജിപ്മർ, AFMC, ESI മെഡിക്കൽ കോളേജുകൾ, ഡീംഡ് മെഡിക്കൽ കോളേജുകൾ, ഇതാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള പ്രവേശനം. ഇതിന് നമുക്ക് ഏത് കാറ്റഗറിയാണ് നമുക്ക് അനുവദിച്ച് കിട്ടുന്നത് എന്നതനുസരിച്ചാണ് നമ്മൾ നീറ്റിന് നമ്മൾ കാറ്റഗറി കൊടുക്കേണ്ടത്. തഹസീൽദാരിൽ നിന്ന് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന OBC വിഭാഗത്തിൽപ്പെട്ടവർ, ഇപ്പോൾ ഒരു OBC ആയിരിക്കാം, പക്ഷേ നമുക്കിവിടെ OBC കൊടുക്കണമെങ്കിൽ തഹസീൽദാരിൽ നിന്ന് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കാൻ പറ്റിയവരായിരിക്കണം. അങ്ങനെ നോൺ ക്രിമിലെയർ കിട്ടുകയില്ലെന്നുണ്ടെങ്കിൽ ജനറൽ എന്ന് വെക്കണം. 27% സംവരണമാണ് OBC നോൺ ക്രിമിലെയറിന് കിട്ടുക. കേരളത്തിലെ സാഹചര്യം നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ഈഴവ 9%, മുസ്ലിം 8%, വിശ്വകർമ്മ, ധീവര, അതുപോലെ തന്നെ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, ബാക്ക്വേർഡ് ഹിന്ദു എന്നൊക്കെ ഉള്ളതിന് പല പല കാറ്റഗറിക്കുള്ള റിസർവേഷനാണ് കേരള മെഡിക്കലിന് കേരളത്തിൽ. പക്ഷേ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഓൾ ഇന്ത്യ കോട്ട കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മൊത്തം 350 കോളേജുകളിലെയും 8000-ഓളം ഗവൺമെൻറ് MBBS സീറ്റുകൾക്ക് 27% സംവരണം ഒരുമിച്ചാണ്. അത് മുസ്ലിം ആണെങ്കിലും ഈഴവയാണെങ്കിലും ബാക്ക്വേർഡ് ഹിന്ദു ആണെങ്കിലും ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ആണെങ്കിലും ഒരുമിച്ച് അവർ ഒറ്റ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 27% സംവരണമാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നത്. അതിനാണ് തഹസീൽദാരെന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ഓൺലൈൻ ആയിട്ടുള്ളതോ ഓഫ്ലൈൻ ആയിട്ടുള്ളതോ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടത്. EWS, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നാഷണൽ ലെവലുള്ള അഡ്മിഷന് EWSന്റെ നിയമം തഹസീൽദാരിൽ നിന്ന് കിട്ടണം. ആ EWS സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ മാത്രം ജനറൽ വിഭാഗത്തിലുള്ളവർ EWS എന്ന് വെക്കുക. EWS കിട്ടുകയില്ലാത്ത ജനറൽ വിഭാഗം ജനറൽ എന്ന് തന്നെ വെക്കുക. OBC നോൺ ക്രിമിലെയർ കിട്ടുകയില്ലാത്ത OBC വിഭാഗം ജനറൽ എന്ന് വെക്കുക. അപ്പം 2-3 കാറ്റഗറി നമ്മൾ പറഞ്ഞു. ഒന്ന് ജനറൽ പറഞ്ഞു, EWS പറഞ്ഞു, OBC എന്ന് പറഞ്ഞു. അടുത്ത വിഭാഗം SCയും പിന്നെ STയും. നമുക്ക് തഹസീൽദാരെന്നുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടത്. അപ്പോൾ ഇതാണ് കാറ്റഗറി നമ്മൾ നീറ്റിന് എൻട്രി ചെയ്തതിൻ്റെ പ്രാധാന്യവും അതിലൂടെ ലഭിക്കുന്ന അഡ്മിഷനും. ഇപ്പോഴേ നമ്മൾ കാറ്റഗറി പറഞ്ഞില്ല എങ്കിൽ ഇനി നമുക്ക് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൻ്റെ പ്രവേശന സാധ്യതകളിൽ എങ്ങും ആ കാറ്റഗറി അനുസരിച്ച് നമുക്ക് റിസർവേഷൻ കിട്ടില്ല. മാർച്ച് 9 ലാസ്റ്റ് ഡേറ്റ്. നമുക്ക് ഈ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരാഴ്ച പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റിങ്ങിനുള്ള അവസരം തരും. അതും കഴിഞ്ഞിട്ട് നമുക്ക് ജൂണിൽ അല്ലെ ജൂലൈയിൽ നമുക്ക് മാർക്ക് അല്പം കുറവായിപ്പോയി, 600 മാർക്കായിപ്പോയി. 601 വരെയുള്ളവർക്ക് ജനറൽ വിഭാഗത്തിൽ കിട്ടി. 600 ആയ കുട്ടിക്ക് OBC ആയിരുന്നു, പക്ഷേ നോൺ ക്രിമിലെയർ സമർപ്പിച്ചിരുന്നെങ്കിൽ അഡ്മിഷൻ കിട്ടുമായിരുന്നു. അങ്ങനെ ചെന്ന് ചോദിച്ചപ്പോൾ അത് തരാമെന്നും പറഞ്ഞു. പക്ഷെ പിന്നീട് ആ സമയത്ത് കാറ്റഗറിയിലോട്ട് മാറ്റാനാവില്ല. നമ്മളുടെ സാധ്യതകൾ എത്രയും ആയിക്കൊള്ളട്ടെ, ഏറ്റവും ടോപ്പായിട്ട് പഠിക്കുന്ന 720 കിട്ടേണ്ട അവളാവട്ടെ, ജനറൽ വിഭാഗത്തിൽ നമുക്ക് ഓൾ ഇന്ത്യ റാങ്ക് 50 വന്നാലേ എയിംസ് ഡൽഹി കിട്ടുകയുള്ളൂ. പക്ഷേ OBC നോൺ ക്രിമിലെയർ ആണെങ്കിൽ 200 റാങ്ക് ഉണ്ടെങ്കിലും എയിംസ് ഡൽഹിയിൽ കിട്ടും. അപ്പോൾ എത്രത്തോളം പ്രാധാന്യമാണ് നമുക്ക് കിട്ടുമെങ്കിൽ ആ കാറ്റഗറി നമ്മൾ പറയേണ്ടതിൻ്റെ ആവശ്യകത. അത് ഭരണഘടന അംഗീകരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെതായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാറ്റഗറി കൊടുക്കുക. ഇനി അത് കിട്ടുകയില്ലെന്നുണ്ടെങ്കിൽ ജനറലായിട്ട് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ 8000 സീറ്റുകളിൽ 50% എല്ലാ വിഭാഗങ്ങൾക്കും ഉള്ളത് തന്നെയാണ്. അവിടെ തീർച്ചയായിട്ടും ഏതാണ്ട് ഇപ്പം നമുക്ക് ഓൾ ഇന്ത്യ റാങ്കിങ് ലാസ്റ്റ് മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പലർക്കും ഉണ്ട്. അപ്പം റിസർവേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധ്യത ഒത്തിരി കുറഞ്ഞു പോവില്ലെന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ ഓൾ ഇന്ത്യ കോട്ടയുടെ ലാസ്റ്റ് റാങ്ക് നോക്കൂ, 610 മാർക്ക് അല്ലെങ്കിൽ 23,500 റാങ്ക് ആയിരുന്നു ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടിയത് ജനറൽ വിഭാഗത്തിന്. OBCക്കും തൊട്ടടുത്ത് തന്നെയാണ്, 610 മാർക്ക് തന്നെയാണ് 23,780 വരെയുള്ളവർക്ക് കിട്ടി. അപ്പം അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഏതാണ്ട് ഇത് ഒരുപോലെ തന്നെ, പ്രത്യേകിച്ച് OBC വിഭാഗത്തിന് കൂടുതലൊരു പ്രയോജനം കിട്ടിയെന്ന് നമുക്ക് മാനദണ്ഡമാക്കേണ്ടത്. അപ്പം റിസർവേഷൻ കിട്ടാത്തവർക്ക് അവിടെ ഒരു സങ്കടത്തിൻ്റെ അവസ്ഥയൊന്നുമില്ല. പിന്നെ
കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു കോളേജ് കിട്ടാൻ ഭരണഘടന അങ്ങനെ ഒരു അനുശാസനം നൽകുന്നതുകൊണ്ട് നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ കാറ്റഗറി സർട്ടിഫിക്കറ്റുകളൊന്നും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല, കാറ്റഗറി പറഞ്ഞാൽ മാത്രം മതിയാകും. സർ, അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ സംഭവിക്കാം, അപ്പോൾ കാറ്റഗറി പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അപ്ലൈ ചെയ്തപ്പോൾ അത് കൊടുക്കാൻ മറന്നുപോയി, പിന്നീട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? അവിടെ രണ്ട് രീതിയിലുമുണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ നമ്മൾ തഹസീൽദാരിൽ നിന്ന് കിട്ടുമോ ഇല്ലയോ എന്നുള്ള അന്വേഷിച്ചൊന്നുമില്ല, വെറുതെ നമ്മൾ OBC എന്ന് വെച്ചു, അല്ലെ EWS എന്ന് വെച്ചു. നീറ്റ് എക്സാം മെയ് 5-ാം തീയതി കഴിഞ്ഞു, ജൂൺ 14-ാം തീയതി നീറ്റ് റിസൾട്ട് വന്നു. അതിനുശേഷം നമുക്ക് ഈ കാറ്റഗറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ളൊരു അവസരം ഈ OBC ആയിട്ടാണ് വെച്ചതെങ്കിൽ ജനറലിലോട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ മാറ്റാം. നമുക്ക് നോൺ ക്രിമിലെയർ കിട്ടുകയല്ല, അന്ന് ജൂണിൽ മനസ്സിലായി. അപ്പം നമ്മൾ പറയും ഇനി നമ്മളെ ജനറലായിട്ട് പരിഗണിച്ചാൽ മതി എന്ന് വേണേൽ നമുക്ക് ഓപ്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് അലോട്ട്മെന്റിനൊരു രജിസ്ട്രേഷൻ ഉണ്ട് ജൂണിൽ, അപ്പം നമുക്ക് വേണേൽ ജനറലായിട്ട് പരിഗണിച്ചാൽ മതി എന്ന് പറയാം. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ജനറലെന്ന് വെച്ചു, നമുക്ക് ജൂൺ മാസത്തിൽ റിസൾട്ട് എല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ് OBC കിട്ടുമായിരുന്നു അറിഞ്ഞത്. എന്നാൽ ഇനി നമുക്ക് രജിസ്ട്രേഷൻ സമയത്ത് OBCയിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. അതുകൊണ്ട് കാറ്റഗറിയെക്കുറിച്ച് കൃത്യമായിട്ട് അത് ലഭിക്കുമെങ്കിൽ അത് കൊടുക്കുന്നത് തന്നെയാണ്, ഇപ്പോൾ തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. ഇനി പിന്നീടൊരു അവസരം ഉണ്ടാവുകയില്ല. സർ, സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീസ് എത്രയാണ്, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, ഏത് വെബ്സൈറ്റിലാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും NEETന് NTA സ്ഥിരമായിട്ട് ഒരു വെബ്സൈറ്റാണ് neet.nta.nic.in എന്ന വെബ്സൈറ്റാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ വർഷം അവർ പുതിയൊരു വെബ്സൈറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. neet.nta.online.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അവർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 9-ന് ആരംഭിച്ചു, കൃത്യം ഒരു മാസം നമ്മൾ പറഞ്ഞിരുന്നു, ഒരു മാസം കാലാവധി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. മാർച്ച് 9-ാം തീയതി വരെയാണ് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയം. മാർച്ച് 9-ാം തീയതി വൈകുന്നേരം 5 മണി വരെ നമുക്ക് ഡേറ്റ എല്ലാം ഫില്ല് ചെയ്യാം. അന്ന് തന്നെ മാർച്ച് 9-ാം തീയതി രാത്രി 11:50 വരെ ഫീസൊക്കെ അടച്ച് കൺഫർമേഷൻ പേജ് എടുക്കാനായിട്ടുള്ള അവസരമുണ്ടാകും. ജനറൽ വിഭാഗത്തിന് 1700 രൂപയും OBC വിഭാഗത്തിന് 1600 രൂപ, EWS വിഭാഗത്തിന് 1600 രൂപ, SC/ST വിഭാഗത്തിന് 1000 രൂപയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ്. ഓൺലൈനായിട്ട് മാത്രമേ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ബാങ്കിൽ പോയിട്ടോ പോസ്റ്റ് ഓഫീസിൽ പോയിട്ടോ ഇതിൻ്റെ ഫീസ് അടയ്ക്കാനാവില്ല. ക്രെഡിറ്റ് കാർഡ്, ഏത് ബാങ്കിൻ്റെയും ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ഗൂഗിൾ പേ പോലുള്ള UPI പേയ്മെൻറ്റിലൂടെയൊക്കെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സർ, 2023 വിദേശത്ത് നിരവധി സെന്ററുകൾ എക്സാമിനായിട്ട് ക്രമീകരിച്ചിരുന്നു. അതുപോലെ ഫീസും കാര്യങ്ങളും ഒക്കെ അല്ലെ സാർ പരിചിതമായിരുന്നു. അപ്പോൾ ഇത്തവണയും ഒരുപാട് പ്രവാസികൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കാണാറുണ്ട്. അപ്പോൾ അവരുടെ ഒരു സംശയം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് പ്രവാസികൾക്കാണ് ഇങ്ങനെയുള്ള നമ്മുടെ പ്രോഗ്രാമുകൾ കൊണ്ട് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ പ്രാവശ്യം മാത്രം നമുക്ക് നീറ്റിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അല്പം നിരാശ പകരുന്നത് തന്നെയാണ് NTA-യിൽ നിന്ന് നമുക്ക് ഇതുവരെ ലഭിക്കുന്ന വിവരം. നീറ്റ് 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം, ഇത്തവണ ഇന്ത്യയിൽ വെച്ച് മാത്രമാണ് നീറ്റ് എക്സാം നടക്കുന്നത്. ഇന്ത്യയിലെ 499 സീറ്റുകളിൽ മാത്രമേ നീറ്റ് എക്സാം ഉള്ളൂ എന്നുള്ളതാണ് ഇതുവരെ ലഭ്യമായ വിവരം. എന്തുകൊണ്ടാണ് വിദേശത്ത് അനുവദിക്കാത്തതെന്നോ പിന്നീട് അനുവദിക്കുമെന്നോ അങ്ങനെ യാതൊരു അറിയിപ്പും നമുക്ക് NTA-യിൽ നിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ഏതാണ്ട് 12ഓളം സെൻറ്ററുകൾ ദുബായിലും സൗദിയിലും റിയാദിലും കുവൈറ്റിലും സിംഗപ്പൂർ പോലെയുള്ള നമ്മുടെ മലയാളികളൊക്കെ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഏരിയകളിൽ എക്സാം സെൻറ്ററുകൾ ഉണ്ടായിരുന്നു. അതവർക്ക് വളരെ ആശ്വാസകരവുമായിരുന്നു. കാരണം ബോർഡ് എക്സാം ഒക്കെ എഴുതുന്ന കുട്ടികൾക്ക് അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് ഒരു യാത്ര വേണ്ടായിരുന്നു, അവിടെ തന്നെ പരീക്ഷ എഴുതാൻ സാധിക്കുമായിരുന്നു. പിന്നെ നമുക്കറിയാം വിദേശം എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കണോമി നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്നത് രാപകലില്ലാതെ ഉറ്റവരെയും ഇടയവരെയും നമ്മുടെ നാടും ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവിടെ പോയി വർഷങ്ങളായിട്ട് പണിയെടുത്ത് അവരുടെ ഇപ്പം മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിനേക്കാളും കൂടുതൽ ഗൾഫ് മേഖലയിലൊക്കെ ഉള്ളവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഫണ്ട് വരുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്ത്യൻ എക്കണോമി ഇത്രയധികം നിലനിൽക്കുന്നത്. അപ്പം ഒരിക്കലും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരിക്കലും ചിന്തിക്കാനാവില്ല. പക്ഷേ എന്തുകൊണ്ടോ ഗവൺമെൻറ് ഒരു തീരുമാനപ്രകാരമായിരിക്കാം, അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ കൃത്യമായ ഒരു പാറ്റേണിൽ അവിടെ നടത്താൻ സാധിക്കാതെ എന്താണെങ്കിലും അത് പറയണമായിരുന്നു. എന്തുകൊണ്ട് വിദേശത്തുണ്ടോ അല്ലെങ്കിൽ വിദേശത്തില്ലെങ്കിൽ എന്തുകൊണ്ട്? കാരണം അവർക്ക് ടിക്കറ്റ് എടുക്കണ്ടേ. ഇന്ന് ഫെബ്രുവരി 11 ഇപ്പം ഇനി അവർ ഇങ്ങോട്ട് തന്നെ വരണം എന്നുണ്ടെങ്കിൽ കുട്ടിയും ഒരു രക്ഷിതാവും ഒക്കെ വരണമെങ്കിൽ തന്നെ എത്രമാത്രം
ദിവസം ടിക്കറ്റ് ഫെയർ വരും. അപ്പം അവർക്ക് തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യാനായിട്ട് ഒന്നെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് പറയണമായിരുന്നു എന്നൊരു ആഗ്രഹം നമ്മൾ ഇന്നലെ തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന് വിദേശകാര്യ മന്ത്രാലയവുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും കൃത്യമായ ഒരു അറിയിപ്പ് നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാൻ സാധിക്കുമായിരിക്കും. ഇതുവരെ പ്രഖ്യാപിച്ചതിൽ ഇന്ത്യയിൽ വെച്ച് മാത്രമാണ് നീറ്റ് 2024 നടക്കുന്നത്. എന്നാലും നമ്മൾ ശുഭാപ്തി വിശ്വാസക്കാരാണ്. വിദേശത്ത് അനുവദിക്കുമെന്നും അത് ഏറ്റവും അടുത്ത് തന്നെ നിങ്ങളെ അറിയിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസവും ഇപ്പൊ പ്രകടിപ്പിക്കുന്നു. സർ, ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഇതുപോലൊരു എപ്പിസോഡിൽ എപ്പോഴും നമ്മൾ ആവർത്തിക്കുന്ന കാര്യം, മെയ് 5-ാം തീയതി നീറ്റ് പോലൊരു എക്സാമിന് 20 ലക്ഷം പേര് എഴുതുന്ന ഒരു എക്സാമിൽ ആ ഒരു ദിവസത്തെ മെയ് 5-ാം തീയതി 2 മുതൽ 5-20 വരെ എക്സാം ഹാളിൽ ഇരുന്ന് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ എപ്പോഴും എടുത്തു പറയാറുണ്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് വന്നു, നമ്മളുടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മളുടെ ഫോട്ടോയിൽ കണ്ണാടിയുണ്ട്, കണ്ണാടി ഇല്ല, ഏതെങ്കിലും രീതി ആയിക്കൊള്ളട്ടെ, ആ കുട്ടിക്ക് അവിടെ ഇരുന്ന് ആ എക്സാം ഹാളിൽ ഇരുന്ന് പരീക്ഷ എഴുതുമ്പം എൻ്റെ ആധാറിലുള്ള പോലെ അല്ല, അല്ലെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിയാണ് കിടക്കുന്നത്, അപ്പോൾ ഈ എക്സാം സൂപ്പർവൈസർ ഇപ്പം എൻ്റെ അടുത്ത് വരും, എന്നെ ചോദ്യം ചെയ്യും എന്നൊക്കെ ഒന്ന് അവനവൻ്റെ ശ്രദ്ധ മാറാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഈ നീറ്റ് എക്സാമിനെ ബാധിച്ചേക്കാം. കാരണം ഏറ്റവും സിമ്പിളായിട്ട് നടക്കുന്ന, ഒരു മാർക്കിന് പോലും റാങ്കുകൾ 10,000 റാങ്കുകൾ മാറുന്ന ഒരു പരീക്ഷയിൽ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി ഒരു എക്സാമിന് എഴുതണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ശ്രദ്ധിച്ച് ചെയ്യണം. 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അനുസരിച്ചാണ്, കുട്ടിയുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അനുസരിച്ചാണ് അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, കാൻഡിഡേറ്റിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യണം. ശരിയായിരിക്കാം, മറ്റു പല സർട്ടിഫിക്കറ്റുകളിലും അച്ഛൻ്റെ പേരിനും അമ്മയുടെ പേരിനും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് മെയ് 5-ാം തീയതി നീറ്റ് എക്സാം എഴുതാനുള്ള ഒരു ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. പിന്നീട് നമുക്ക് എന്ത് വേണമെങ്കിലും തിരുത്താനുള്ള അവസരമുണ്ട്. ഇപ്പോൾ കാൻഡിഡേറ്റിൻ്റെ ആസ് പെർ ക്ലാസ് 10 ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, ജെൻഡർ മെയിൽ ഫീമെയിൽ കറക്റ്റായിട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം കൃത്യമായിട്ട് ചെയ്യുക, എക്സാം സെൻറ്ററിനെ കുറിച്ച് എവിടെയാണ് നമ്മൾ മെയ് 5-ാം തീയതി എക്സാം എഴുതേണ്ടത് അതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടാക്കുക. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ മെയ് 5-ാം തീയതി എക്സാം ഹാളിൽ എങ്ങനെയായിരിക്കും നമ്മൾ ഇരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ കൃത്യമായൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. 2024 ജനുവരി 1-ന് ശേഷം എടുക്കാനാണ് NTA പറഞ്ഞിരിക്കുന്നത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള, മുഖം നല്ലതായിട്ട് ക്ലിയർ ആവുന്ന. അപ്പം അതിനകത്ത് തട്ടമിട്ടിട്ട് ഫോട്ടോ എടുത്താൽ കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ചെവി കാണും, അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല. ആളെ തിരിച്ചറിയണമെന്ന് മാത്രമേ ഫോട്ടോയിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പാസ്പോർട്ട് സൈസ് വേണം, ഫോട്ടോ വേണം, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ വേണം, ഫോട്ടോയിൽ പേരും വേണം, ഫോട്ടോ എടുത്ത ഡേറ്റും വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ധാരാളം എൻക്വയറി വരാറുണ്ട്. ഫോട്ടോ പേരും ഡേറ്റും വെക്കാൻ മറന്നുപോയി, ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ പല സ്ഥലങ്ങളിലും അത് പറയുന്നില്ല, ഈറ് തെറ്റിപ്പോയി, എൻ്റെ പേര് മൊത്തം അതിനകത്ത് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. അതൊരു അഭികാമ്യം എന്ന് മാത്രമേ ഉള്ളൂ. മസ്റ്റ് അല്ലെ ഷുഡ് നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഫോട്ടോ എന്ന് പറയുന്നത് ആ കുട്ടിയെ തിരിച്ചറിയാനുള്ളതായിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം റീസെൻ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. പാസ്പോർട്ട് സൈസും വേണം, പോസ്റ്റ് കാർഡ് സൈസും വേണം, രണ്ടും ഒരുപോലെ ഇരിക്കുന്നു, ഒരേ പേരും ഡേറ്റും ഒക്കെ ഉള്ളത്. സിഗ്നേച്ചറും 10 വിരലുടെയും ഇംപ്രഷൻ ഒരു A4 സൈസിൽ എടുത്തിട്ട് അതും അപ്ലോഡ് ചെയ്യുക. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ 4 കാര്യങ്ങൾ മാത്രം. നമ്മൾ നേരത്തെ എല്ലാ ആൾക്കാർക്കുമായിട്ട് ഷെയർ ചെയ്ത കാര്യങ്ങൾ മാത്രം. അഡ്രസ് പ്രൂഫ് വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ പോലെ തന്നെ ഫോട്ടോ, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ, അതായത് ചെറിയ 2 ഫോട്ടോകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, തമ്പ് ഇംപ്രഷൻ, 10 വിരലിൻ്റെയും ഇംപ്രഷൻ, സിഗ്നേച്ചർ, ഇവ 4 കാര്യങ്ങൾ മാത്രമേ അപ്ലോഡ് ചെയ്യാനുള്ളൂ. കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനില്ല, 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാനില്ല, അഡ്രസ് പ്രൂഫും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഒരു വിദ്യാർത്ഥിക്ക്, ഒരു രക്ഷിതാവിന് ഓൺലൈൻ ആപ്ലിക്കേഷൻ പൂരിപ്പിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് അതിൽ കൂടുതലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് കൺഫർമേഷൻ പേജ് എടുക്കണം. അവിടെ നമ്മൾ ആ കൺഫർമേഷൻ പേജ് എടുക്കുന്നതാണ് സക്സസ്ഫുള്ളി ആയിട്ട് ഓൺലൈൻ അപ്ലൈ ചെയ്തു എന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ. ഇപ്പം നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് സക്സസ് ആയോ എന്ന് അറിയണ്ടേ? ആ ആപ്ലിക്കേഷൻ ഫോം കൺഫർമേഷൻ പേജ് ജനറേറ്റ് ആയാൽ നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. ഇനി പിന്നെ പേടിക്കാനൊന്നുമില്ല. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചാൽ മതി. അഡ്മിഷന് പോകുമ്പോൾ നമ്മുടെ ഒരു രേഖയാണ് അപ്ലൈ ചെയ്ത പേജ് കൊണ്ടുപോകുക എന്നുള്ളത്. അത് സൂക്ഷിച്ച് വെച്ചേക്കുക എന്ന് മാത്രം, ഒന്നും അയച്ചു കൊടുക്കാനായിട്ട് ഇല്ല താനും. സർ, ഇപ്പോൾ നമ്മുടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ പിന്നീട് പുതിയൊരു ആപ്ലിക്കേഷൻ നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ടോ?
ഒരു കാരണവശാലും ഒരു കുട്ടിയുടെ പേരിൽ 2 ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ടാവാൻ പാടില്ല. ഏതൊക്കെ രീതിയിൽ ഒരു കുട്ടിക്ക് 2-3 തരത്തിൽ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ NTA പൂർണ്ണമായിട്ടും തടഞ്ഞിട്ടുണ്ട്. ഏത് തെറ്റും തിരുത്താനുള്ള അവസരവും നൽകിയിട്ടുണ്ട്. നമ്മുടെ കാൻഡിഡേറ്റിന്റെ പേരുൾപ്പെടെ നീറ്റിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മുഴുവൻ ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്യുന്ന ഇമേജസ് ഉൾപ്പെടെ മാർച്ച് 9 മുതൽ ഒരാഴ്ചക്കാലം നമുക്ക് സമയം തരും നമുക്ക് തിരുത്തണമെങ്കിൽ. മാർച്ച് 9-ന് ശേഷം ആ കറക്റ്റ് ചെയ്യാനുള്ള ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും തെറ്റ് തിരുത്താനുള്ള അവസരം നൽകില്ല എന്ന് മാത്രം. അപ്പം നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ പേര്, അതുപോലെ തന്നെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം, അങ്ങനെയുള്ളതൊക്കെ തെറ്റുവന്നിരിക്കട്ടെ, സാവകാശം മാർച്ച് 9-ാം തീയതിയിലത്തെ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കുക. അതിനുശേഷം കയറിയിട്ട് കൃത്യമായിട്ടത് തിരുത്തുകയും പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്താൽ മതിയാകും. അവിടെയൊക്കെ കാറ്റഗറിയൊക്കെ വേണം എഡിറ്റ് ചെയ്യാം. എന്നിട്ട് പിന്നീട് അതിൻ്റെ പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ മതി. അതിനുശേഷം വരുന്ന ഒരു തെറ്റ് തിരുത്താനായിട്ട് ഒരിക്കലും അവസരം നൽകില്ല. പക്ഷേ ആപ്ലിക്കേഷനിൽ ഒരു തെറ്റ് വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് അഡ്മിഷനെ ഒരു തരത്തിലും ബാധിക്കില്ല. ഇതിൽ പേരിലൊക്കെ അല്പം തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അഡ്മിഷൻ സമയത്ത് നമുക്കതിൻ്റെ അതിൻ്റെ 1 and same സർട്ടിഫിക്കറ്റ് പോലെയുള്ള പ്രൂഫുകൾ കൊടുത്താൽ തീർച്ചയായിട്ടും പോകും. അതൊന്നും ഒരിക്കലും അഡ്മിഷനെ ബാധിക്കില്ല. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കാറ്റഗറി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം അല്ലെങ്കിൽ എക്സാം സെൻറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ ബാധിച്ചേക്കാം. അതല്ലാതെ ആപ്ലിക്കേഷനിൽ തെറ്റ് വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും നമ്മുടെ അഡ്മിഷനെ ബാധിക്കില്ല. അത് തിരുത്താനുള്ള സാവകാശം നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഒരു കുട്ടി ഒരു സാഹചര്യത്തിലും 2 ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ 2 ആപ്ലിക്കേഷൻ ചെയ്ത് കണ്ടാൽ ഒരു ഫോട്ടോ പോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന പോലും അവർ റിസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ നീറ്റ് 2024 ഒരു പക്ഷേ എഴുതാൻ പറ്റാതെ പോയേക്കാം. സർ, സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ സമയത്തൊക്കെ സാറിനെ കോൺടാക്ട് ചെയ്യുന്നത് നിരവധി മാതാപിതാക്കളാണ്. അപ്പോൾ അവരൊക്കെ ഒരു പക്ഷേ ഈ ഒരു അപ്ലൈ ചെയ്യുന്ന സമയത്ത് നേരിടുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ലൈക്ക് ഒരു പ്രോസസ്സിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് അങ്ങനെ പറയാനാണെങ്കിൽ അതിൻ്റെ എന്തായിരിക്കും? തീർച്ചയായിട്ടും, കാരണം NTA ശ്രദ്ധിക്കേണ്ടിയിരുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഇത് വളരെ തിടുക്കത്തിൽ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്തതായിട്ട് നമുക്ക് കാണാം. കാരണം ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നിന്നുള്ള പല കാര്യങ്ങളും ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ മാറ്റമുണ്ട്. ഇപ്പം 4 എക്സാം സെൻറ്റർ ചൂസ് ചെയ്യണമെന്നാണ് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഓൺലൈൻ ചെയ്യുമ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള 2 എക്സാം സെൻറ്റർ ചൂസ് ചെയ്താൽ മതിയാകും. അപ്ലോഡിങ് സമയത്തൊക്കെ അവർ വേറെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് അപ്ലോഡ് ചെയ്യുന്നിടത്ത് ഫോട്ടോയും സിഗ്നേച്ചറും ഇംപ്രഷൻസും മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ നമുക്ക് ഈ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ തടയാൻ വേണ്ടി ആയിരിക്കണം വളരെ റിസ്ട്രിക്റ്റ് ആയിട്ടാണ് നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നത്. ഒരു യൂണിക് ID, ഇപ്പം ആധാർ നമ്പർ പോലെ, പാസ്പോർട്ട് നമ്പർ പോലെ ഒരു യൂണിക് ID കൊടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ പേജിലോട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവിടെ ആധാർ നമ്പറാണ് എല്ലാവരും സാധാരണ ഉപയോഗിക്കുന്നത്. കുട്ടിയുടെ ആധാർ നമ്പർ കൊടുക്കുമ്പോൾ എന്താണ് കുഴപ്പം ചോദിച്ചാൽ, അന്ന് ആധാർ ഏത് മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്തോ അതിലോട്ടൊരു OTP വരും. ഫസ്റ്റ് സ്റ്റെപ്പാണ്. ആധാർ നമ്പർ കൊടുക്കുന്നു, ജനറേറ്റ് OTP കൊടുത്ത് ആ OTP എൻ്റർ ചെയ്താലേ നമുക്ക് ആ രജിസ്ട്രേഷൻ പേജിലോട്ട് കയറാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഈ മൊബൈൽ ഒരുപക്ഷെ നേരത്തെ നമ്മൾ ചെയ്തതായിരിക്കാം. ആ മൊബൈൽ നമ്പർ ഇപ്പം നമ്മുടെ കയ്യിൽ ഉണ്ടാകണം നിർബന്ധമില്ല. അപ്പം നമ്മൾ എല്ലാവരും അങ്ങനെ അല്ലാത്തവരെല്ലാം ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ആധാർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉദയയുടെ ഡേറ്റ അപ്ഡേറ്റ് ചെയ്ത് വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി അഥവാ അത് പിന്നെ ചിലപ്പോൾ വീണ്ടും റിജക്റ്റ് ആയി പോയേക്കാം. കുട്ടി ഒരുപക്ഷെ ഇപ്പം അവരുടെ ഹോസ്റ്റലുകളിലായിരിക്കാം അല്ലെ സ്കൂളുകളിലായിരിക്കാം അപ്ഡേറ്റ് ചെയ്യാൻ ബോർഡ് എക്സാം ഒക്കെ വരുന്നു. അപ്പം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിൽ വരുന്ന ഒരു OTP ഉണ്ടെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ പേജിലോട്ട് കയറാൻ സാധിക്കും എന്നുള്ളത് അത് ഇപ്പോൾ വേണ്ടായിരുന്നു. കാരണം തമ്പി പ്രശ്നം, ബയോമെട്രിക്കും നമ്മുടെ ഐറിസും ഒക്കെ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ ഒരു സ്റ്റെപ്പ് വേണ്ടായിരുന്നു. ആധാർ നമ്പർ മാത്രം മതിയായിരുന്നു. അതൊരു ഡിഫിക്കൽട്ടിയാണ് നമ്മുടെ പേരൻസിനെ സംബന്ധിച്ചുള്ളൂ. രണ്ടാമത്, ഇനി ആധാർ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക, പാസ്പോർട്ട് നമ്പർ, കുട്ടിക്ക് പാസ്പോർട്ട് ഉണ്ട്, പാസ്പോർട്ട് നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിപ്പോൾ ഉടനെ ഇന്നോ നാളെയോ അത് മാറ്റും, നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പാസ്പോർട്ടിന് എല്ലാവർക്കും 8 അക്കവേ ഉള്ളൂ. നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റർ കൂട്ടി 8 ഡിജിറ്റേ ഉള്ളൂ. പക്ഷേ ഇവർ നമ്മൾ ആ 8 ഡിജിറ്റ് എൻ്റർ ചെയ്യുമ്പം 9 ഡിജിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ രജിസ്ട്രേഷൻ പേജിലോട്ട് കയറാൻ പറയുമെന്ന് പറഞ്ഞിട്ട് അവിടെ രജിസ്ട്രേഷൻ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിജിലോക്ക് ID വെച്ച് വേണമെങ്കിൽ നമുക്ക് കയറാം. ഡിജിലോക്ക് ID വെച്ച് കയറുമ്പോൾ ഇവർ പറയുന്നത് നമ്മൾ എക്സാം സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ 1 മണിക്കൂർ മുമ്പേ റിപ്പോർട്ട് ചെയ്യണം. അവിടെ നമുക്ക് ആധാറുമായിട്ടുള്ള ബയോമെട്രിക് എടുത്ത് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടതുകൊണ്ട് എക്സാം സെൻറ്ററിൽ നേരത്തെ എത്തണം. ഇനി
പിന്നെ പറയുന്നിരിക്കുന്നത് ക്രെഡിറ്റ് കാർഡിൻ്റെ ഈ ഒരു ABC ID ആണ്. കാരണം ഇപ്പം എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡ് ഒരു യൂണിക് ID വെച്ച് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ അതൊന്നും പോപ്പുലർ ആയിട്ടില്ല, മലയാളികൾക്കിടയിൽ ഒട്ടും പോപ്പുലർ ആകാത്തൊരു കാര്യമാണ്. പിന്നെ പാൻ കാർഡ് നമ്പറാണ്. കുട്ടികൾക്ക് പാൻ കാർഡ് ഉണ്ടാകാനുള്ള സാധ്യത 1% താഴെയാണ്. പാൻ കാർഡ് വെച്ചിട്ട് കൃത്യമായിട്ട് രജിസ്ട്രേഷൻ പേജിലോട്ട് കയറാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള 2-3 ഡിഫിക്കൽട്ടികൾ NTA ഒഴിവാക്കാമായിരുന്നു. പിന്നെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വരുന്ന ധാരാളം വ്യത്യാസങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴുണ്ട്. അതുകൊണ്ട് ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പം നമ്മൾ കൃത്യമായിട്ട് 2-3 വീഡിയോകൾ, ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യേണ്ടതിൻ്റെ, പിന്നെ നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ട് ലൈവ് സെക്ഷനുകൾ ഇതിലെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് ഓരോ സ്റ്റെപ്പുകളും ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. പിന്നെ നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞ NEET.NTA.NIC.in എന്ന് പറയുന്ന വർഷങ്ങളായിട്ട് അവർ വർക്ക് ചെയ്തൊരു വെബ്സൈറ്റാണ്. അതിനകത്തെ തെറ്റുകളെല്ലാം അവർ തിരുത്തിയതാണ്. പക്ഷേ ഇതിപ്പോൾ പുതിയതായിട്ടൊരു വെബ്സൈറ്റ് NEET.NTA.online.in എന്ന വെബ്സൈറ്റ് അവർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഒരു പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പബ്ലിക്കിലിരുന്ന് ചെയ്യുമ്പം, നമ്മളൊരു 4-5 പേര് ചെയ്യുമ്പം ഒരു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പലരുടെയും ഡേറ്റകൾ ഇന്റർചേഞ്ച് ചെയ്ത് വരാം. ഞാൻ ചെയ്യുന്ന ഡേറ്റ അപ്പുറത്തോട്ട് പോകാം, അപ്പുറത്ത് ചെയ്യുന്ന ഡേറ്റ ഇങ്ങോട്ട് വരാം. കാരണം അത് ഒരു വെബ്സൈറ്റ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പം അതിനകത്ത് ധാരാളം മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം 20 ലക്ഷത്തിൽ അധികം കുട്ടികൾ അപ്ലൈ ചെയ്യേണ്ട, ഒരു മാസത്തിനുള്ളിൽ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഒരിക്കലും അത് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് വഴി ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ഷണിച്ചാൽ ധാരാളം തെറ്റുകൾ സംഭവിക്കാം. ഇതൊരിക്കലും പേടിപ്പെടുത്തുകയല്ല. കുട്ടികൾ കഴിയുമെങ്കിൽ അവനവൻ്റെ ലാപ്ടോപ്പും അവനവൻ്റെ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ച് 2-3 സ്റ്റെപ്പുകളായിട്ട് സാവധാനത്തിൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട്, ഇപ്പോൾ ഇന്നത്തെ കാലത്തൊന്നും ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ളതൊന്നും ഇത്രയ്ക്ക് ഡിഫിക്കൽട്ടിയിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് ഒത്തിരി ആൾക്കാർ ചെയ്യുമ്പം അതിനകത്ത് തെറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവനൊന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ, ഇൻ്റർനെറ്റ് നല്ല സ്പീഡൊക്കെ ഉള്ളൊരു സമയത്ത് കൃത്യമായിട്ട് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അടുത്ത് വെച്ച് ഏത് ID ആണ് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞു, ആദ്യം ഒരു യൂണിക് ID കൊടുത്തേ കയറാൻ സാധിക്കുകയുള്ളൂ. ആധാർ ആണെങ്കിൽ ആധാറിൻ്റെ OTP വരുന്ന മൊബൈൽ അടുത്തുണ്ടായിരിക്കണം. അതിനകത്തൊരു OTP വരും. ആ മൊബൈൽ നമ്പർ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. അതിനുശേഷം നമുക്ക് 3 ഫോൺ നമ്പറും 2 ഇമെയിൽ ID-യും വേണം നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഇമേജുകളെല്ലാം സോഫ്റ്റ് കോപ്പി ആയിട്ട് നമ്മുടെ ഇമെയിലിൽ ഉണ്ടായിരിക്കണം, നമുക്ക് അല്ല കമ്പ്യൂട്ടറിൽ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ കാറ്റഗറിയെക്കുറിച്ചുള്ള വ്യക്തമായ ID ഉണ്ടായിരിക്കണം. മെയ് 5-ാം തീയതി പരീക്ഷ എഴുതേണ്ടത് ഏത് സംസ്ഥാനത്തായിരിക്കണം, ഏത് സ്റ്റേറ്റിലാണെന്നുള്ളൊരു ID ഉണ്ടാവണം. അതിനനുസരിച്ചാണ് പെർമനൻ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും കൊടുക്കേണ്ടത്. ആ അഡ്രസ്സിനനുസരിച്ചുള്ള എക്സാം സെൻറ്ററുകൾ മാത്രമേ നമുക്ക് അനുവദിക്കുകയുള്ളൂ. ഡിഫറൻ്റ് ആയിട്ടുള്ള 2 എക്സാം സെൻറ്ററാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തത് തന്നെ നമുക്ക് അനുവദിച്ച് കിട്ടുകയും ചെയ്യും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ സാവധാനത്തിൽ നമ്മൾ ഈ ഫെബ്രുവരി അവസാനത്തോടുകൂടി തന്നെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അവസാനത്തെ ഡേറ്റിലോട്ട് നോക്കിയിരിക്കരുത്. അവസാനത്തെ ഡേറ്റിലോട്ട് നോക്കിയിരുന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി അധികം ആൾക്കാർ സെർവറിൽ പ്രവേശിക്കുകയും ഡേറ്റകൾ മിസ്മാച്ചിങ് ഒക്കെ വന്നേക്കാം. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. എന്നാൽ ഈ ആദ്യത്തെ ഒരാഴ്ച വിട്ടു നിൽക്കുക. കാരണം കുറേ അധികം എററുകൾ അവർക്ക് തിരുത്താനായിട്ടുണ്ട്. അത് തിരുത്തുന്നതോടെ വരെ ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾ വിട്ടു നിൽക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷം ഓൺലൈൻ അപ്ലൈ ചെയ്യുകയും ചെയ്യുക. പേയ്മെൻ്റ് അടച്ച് കൺഫർമേഷൻ പേജ് എടുത്ത് മറ്റൊരാളെ കൊണ്ട് കൺഫർമേഷൻ പേജ് ഒന്ന് വായിച്ച് നോക്കുക. കാരണം നമുക്ക് നമ്മുടെ പേരും കുട്ടിയുടെ പേരും അച്ഛൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ ഒന്നും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയില്ല. കാരണം നമുക്ക് വളരെ ഫെമിലിയറാണ് സ്പെല്ലിംഗ് ഒക്കെ. പക്ഷെ മറ്റൊരാൾ നോക്കിയാൽ പെട്ടെന്ന് കണ്ടുപിടിക്കും. കുമാർ എന്നുള്ള പേര്, അല്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. അല്ലെങ്കിൽ അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും അപ്പുറത്തും ഇപ്പുറത്തും മാറിപ്പോയതായിരിക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം നമ്മൾ ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള തെറ്റുകൾ മറ്റൊരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം മറ്റൊരാളുടെ കൊടുത്തത് എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പം ക്ലാസ് ടീച്ചർമാരോടാണ്. ക്ലാസ് ടീച്ചർമാരോട് അതൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് അത് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് മാർച്ച് 9-ാം തീയതി ശേഷം ഒരാഴ്ച സമയമുണ്ടത് കറക്റ്റ് ചെയ്യാനായിട്ട്. സർ, അതുപോലെ തന്നെ ഒരേ മാർക്ക് കിട്ടുന്നത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുവരുന്നു. കാരണം 720 തന്നെ കഴിഞ്ഞ 2 കുട്ടികൾക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ എങ്ങനെ പരിഗണിക്കും? അതിന്റെ പരിഗണനയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? എല്ലാ വർഷവും നമുക്ക് കാണാം, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഓരോ രീതിയാണ് പരീക്ഷിക്കുന്നത്. എല്ലാ വർഷവും 2020, 2021, 2022, 2023 ഓരോ വർഷം ഓരോ രീതിയാണ് പരീക്ഷിച്ചത്. എന്നാൽ ഈ വർഷം എനിക്ക് തോന്നുന്നു 2023 നവംബറൊക്കെ ആയപ്പോൾ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് നീറ്റ് നടത്തുന്നതെന്നൊക്കെ നാഷണൽ മെഡിക്കൽ
കമ്മീഷൻ പറഞ്ഞിരുന്നു. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമായിട്ടുള്ളതൊക്കെ സംശയമാണ്. എന്തെങ്കിലും ആവട്ടെ. എന്നിരുന്നാലും അവരുടെ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരുന്നു, ടൈ ആയിട്ടാണ് മാർക്ക് വന്നതെങ്കിൽ, ഒരുമിച്ചാണ് മാർക്ക് വരുന്നതെങ്കിൽ പിന്നെ ഫിസിക്സിൻ്റെ മാർക്ക് പരിഗണിക്കും, പിന്നെ കെമിസ്ട്രിയുടെ മാർക്ക് പരിഗണിക്കും, പിന്നെ ബയോളജിയുടെ മാർക്ക് പരിഗണിക്കും, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പരിഗണിക്കും, പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് പരിഗണിക്കും, അത് കഴിഞ്ഞിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് പരിഗണിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ NTA ഇറക്കിയിരിക്കുന്ന ഇൻഫർമേഷൻ ബുള്ളറ്റിൻ പ്രകാരം ഒരേ മാർക്കാണ് വരുന്നതെങ്കിൽ ആദ്യം ബയോളജിയുടെ മാർക്കാണ് നോക്കുന്നത്, പിന്നെ കെമിസ്ട്രിയുടെ മാർക്ക് നോക്കും, പിന്നെ ഫിസിക്സിൻ്റെ മാർക്ക് നോക്കും. 2023 അവിടെ വരെ കറക്റ്റായിരുന്നു. ഒരേ മാർക്ക് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്. 2023 അത് കഴിഞ്ഞിട്ട് നെഗറ്റീവിനായിരുന്നു. കൂടുതൽ നെഗറ്റീവ് വരുത്തിയത് ആരാണ്? ഓരോ സബ്ജക്റ്റിലും. അങ്ങനെ ഓരോ സബ്ജക്റ്റിലും നെഗറ്റീവ് വരുത്തിയവർക്ക് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്നുള്ള രീതിയിൽ പരിഗണന കൊടുക്കും. പിന്നെ ഒരുമിച്ച് നെഗറ്റീവ് വരുത്തിയത് ആരാണ്? അവർക്ക് വ്യത്യാസം വരും. അതും കഴിഞ്ഞിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചാണ് അവർക്ക് റാങ്കിങ് കൊടുത്തത്. പക്ഷേ ഈ വർഷം വന്നപ്പോൾ ഒരേ മാർക്ക്, അതിനുശേഷം ബയോളജിക്ക് കിട്ടിയ മാർക്ക്, കെമിസ്ട്രിക്ക് കിട്ടിയ മാർക്ക്, ഫിസിക്സിന് കിട്ടിയ മാർക്ക് കഴിഞ്ഞാൽ പിന്നെ കമ്പ്യൂട്ടർ തന്നെ ഒരു ലോട്ട് എടുത്തുകൊണ്ടാണ് റാങ്ക് തീരുമാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 720 ഒരു കുട്ടിക്ക് കിട്ടുകയാണെങ്കിൽ അല്പം ഭാഗ്യം കൂടി ഉണ്ടെങ്കിലേ 1ാം റാങ്ക് ലഭിക്കുകയുള്ളൂ എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. അതിനൊക്കെ ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പം 600 മാർക്ക്, 610 മാർക്ക്, അല്ലെങ്കിൽ ഈ 500-ൻ്റെ മാർക്കിൻ്റെ റേഞ്ചിലോട്ട് വരുമ്പം ഇത് ഒരുപോലെ ഒത്തിരി വിദ്യാർത്ഥികൾക്ക് കാണും. അത് ആ തീരുമാനമെടുത്ത വ്യക്തിക്ക് മനസ്സിൽ കാണാൻ പറ്റുന്നതിനേക്കാളും അപ്പുറത്ത് ഒരേ മാർക്കുള്ള കുട്ടികൾ വരും. കാരണം ആ ഒരു റേഞ്ചിൽ, ഒരു മാർക്കിൻ്റെ റേഞ്ചിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വരുന്ന മാർക്കുകളുണ്ട്. ഈ 500-ൻ്റെ മാർക്കിൻ്റെ റേഞ്ചിലൊക്കെ കാണാം നമുക്ക്. അങ്ങനെ വരുന്നിടത്ത് ഇതെല്ലാം ഒരുപോലെ ഇരിക്കും. അതായത് ടോട്ടൽ മാർക്ക് ഒന്ന് തന്നെ, ബയോളജിയുടെ മാർക്ക് ഒന്ന് തന്നെ, കെമിസ്ട്രിയുടെ മാർക്ക് ഒന്ന് തന്നെ, ഫിസിക്സിൻ്റെ മാർക്ക് ഒന്ന് തന്നെ വരും. അത് കഴിയുമ്പോൾ കമ്പ്യൂട്ടറാണ് അവിടെ ലോട്ട് എടുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഇപ്പം ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്കാണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടറാണ് അത് കഴിഞ്ഞിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ. ഈ വർഷം അത് ഒരു ലോട്ടിലൂടെയാണ്, കമ്പ്യൂട്ടറാണ് തീരുമാനിക്കുന്നത് കൂടുതൽ നല്ല റാങ്ക് ആർക്ക് കൊടുക്കണമെന്നുള്ളത്. അത് പൊതുസമൂഹം എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. സർ, ഇപ്പൊ നിരവധി ആളുകളാണ് MBBS എന്നൊരു ലക്ഷ്യം അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളൊക്കെ സ്വപ്നം കാണുന്നത്. അപ്പൊ അതിനൊരു പ്രായപരിമിതി ഒരു പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അട്രാക്ഷൻ, MBBS എന്ന് പറയുന്ന, അല്ലെ ഡോക്ടർ എന്ന് പറയുന്ന, ദൈവത്തിൻ്റെ നേരിട്ടുള്ള കയ്യൊപ്പുള്ള, ദൈവത്തിൻ്റെ സ്വന്തം മക്കളെന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന ആ ഒരു വിഭാഗത്തിന് ഏത് പ്രായക്കാർക്കും അപ്ലൈ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒരു 30-35 പ്രായം അല്ലെങ്കിൽ 40 പ്രായമൊക്കെ എത്തുന്നവർക്ക് ഭയങ്കര താല്പര്യമാണ് നീറ്റ് എക്സാമിനോടും ഈ ഒരു പ്രൊഫഷനോടും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഉയർന്ന പ്രായപരിധി, അപ്പർ ഏജ് ലിമിറ്റ് നീറ്റിന് ഒഴിവാക്കിയിട്ടുണ്ട്. ഏത് പ്രായക്കാർക്കും നീറ്റ് എക്സാം എഴുതാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും നീറ്റ് എക്സാം എഴുതാം. അതെനിക്ക് തോന്നുന്നു ഈ ഒരു എക്സാമിന് മാത്രമേ അങ്ങനെയുള്ളൂ. ബാക്കി ഏത് എക്സാം എടുത്തു കഴിഞ്ഞാലും അപ്പർ ഏജ് ലിമിറ്റ് ഉണ്ട്. പക്ഷേ MBBS അല്ലെങ്കിൽ നീറ്റിന് ഒരിക്കലും അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. എന്നാൽ മിനിമം ഏജ് ലിമിറ്റ് ഉണ്ട്. 17 വയസ്സിലോട്ടായിരിക്കണം. 17 പൂർത്തിയാകണമെന്നല്ല, 17 വയസ്സിലോട്ട് എത്തിയിരിക്കണം. 2024 ഡിസംബർ 31-നുള്ളിലെങ്കിലും 17 എത്തിയിരിക്കണം. അതായത് ഓൺ ഓർ ബിഫോർ 2007 ഡിസംബർ 31 മുമ്പ് ജനിച്ച കുട്ടിയായിരിക്കണം. 2007 ഡിസംബർ 31 ജനിച്ച എല്ലാവർക്കും നീറ്റ് എക്സാം എഴുതാമെന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. അതിന് അപ്പോൾ നമുക്ക് നിരവധി ഉദാഹരണങ്ങളാണ് ബ്രില്യൻ്റ്. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കഴിഞ്ഞ തവണ നമ്മളൊരു വെറ്ററിനറി ഡോക്ടറുടെ നമ്മൾ ചെയ്തു. അതിനുശേഷം നമ്മുടെ ഒരു നേഴ്സ് ആലപ്പുഴയിൽ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കെ 2 കുട്ടികളുടെ അമ്മയായ ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിരുന്നു. എന്തൊരു സന്തോഷത്തിലാണ്. കാരണം 34-ാമത്തെ വയസ്സിൽ ഒരു വീട്ടമ്മയായി, 2 കുട്ടികളുടെ അമ്മയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കാൻ ചെല്ലുന്ന ആ ഒരു സാഹചര്യം. അപ്പം അതിന് ആയുർവേദം കഴിഞ്ഞവർക്ക് സീറ്റുണ്ട്, ഹോമിയോ കഴിഞ്ഞവർക്ക് സീറ്റുണ്ട്, BDS കഴിഞ്ഞവർക്ക് സീറ്റുണ്ട്. അപ്പം ഉയർന്ന പ്രായപരിധി ഇല്ല. ലക്ഷ്യമാണ് പ്രധാനം നീറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. സർ, അതുപോലെ തന്നെ ഏതൊക്കെ ഭാഷകളിൽ നമുക്ക് നീറ്റ് എഴുതാൻ സാധിക്കും? നീറ്റ് 2024 13 പ്രാദേശിക ഭാഷകളിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ എക്സാം സെൻ്ററായിട്ട് ഏത് സംസ്ഥാനമാണോ തീരുമാനിക്കുന്നത്, ഇംഗ്ലീഷും ഹിന്ദിയും ആ സംസ്ഥാനത്തിലെ പ്രാദേശിക ഭാഷയിൽ നമുക്ക് പരീക്ഷ എഴുതാം. കേരളത്തിലാണ് എക്സാം സെൻറ്റർ ചൂസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ അഡ്രസ്സ് കൊടുക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മലയാളത്തിലോ പരീക്ഷ എഴുതാം. തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴിലോ, കർണാടക ആണെങ്കിൽ കന്നഡയിലോ ഒക്കെ നമുക്ക് ആ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള സാഹചര്യം NTA ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ
നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയത്തിനെയാണ്. നമ്മൾ 5ാം ക്ലാസ് മുതൽ സയൻസ് എന്ന സബ്ജക്റ്റ് പഠിക്കുന്നതെല്ലാം ഇംഗ്ലീഷിലാണ്, അതിൻ്റെ സയൻറ്റിഫിക് വേർഡുകൾ പഠിക്കുന്നത്. നമ്മൾ ഇത്രത്തോളം പരിശീലനം നേടിയിരിക്കുന്നതെല്ലാം ഇംഗ്ലീഷിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നീറ്റ് എക്സാം നമ്മൾ എപ്പോഴും പറയും, നീറ്റ് എക്സാമിന് എത്രത്തോളം നമ്മൾ നന്നായിട്ട് തയ്യാറെടുക്കുന്നോ അത്രത്തോളം തന്നെ അതിന് പ്രാധാന്യമുണ്ട് ഒരു സ്മാർട്ട് വർക്കിന്. അത് നമ്മൾ ഇനിയും ഒരു 1000 പ്രാവശ്യം പറയാൻ ഞാൻ തയ്യാറാണ്. മെയ് 5-ാം തീയതി ഒരു കുട്ടി എക്സാം ഹാളിൽ സ്മാർട്ട് വർക്കിന് വളരെ 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 പ്രാധാന്യമുണ്ട്. നമ്മൾ മലയാളത്തിലാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ നമ്മൾ ഇന്ന് വരെ പഠിച്ചിരിക്കുന്നതിൽ നിന്ന് നമ്മൾക്ക് ഒത്തിരി ലെങ്തി ആയിട്ട് തോന്നും ആ ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻ നമുക്ക് ഉത്തരത്തിലോട്ട് എത്താനായിട്ട് നമ്മൾ കൂടുതൽ അതിൽ എത്രത്തോളം നമുക്ക് മനസ്സിലാകുന്നു അതിനേക്കാളും കൂടുതൽ സമയമെടുക്കും നമ്മളതൊന്ന് വായിച്ച് നമുക്ക് മനസ്സിലായി വരാനായിട്ട്. അതുകൊണ്ട് പ്രാദേശിക ഭാഷകളിൽ പരീക്ഷ എഴുതണം എന്നൊരു അഭിപ്രായം ബ്രില്യൻറ്റിനില്ല. ഇനി NTA തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട്. കാരണം ഇത് ഇംഗ്ലീഷിലാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്, എന്നിട്ട് മറ്റു ഭാഷകളിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പല തെറ്റുകളും വന്നേക്കാം. അങ്ങനെ നിങ്ങൾക്ക് തെറ്റുകൾ വന്നാൽ അത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ പ്രിന്റ് ചെയ്തിരിക്കുന്നത് അതും തെറ്റാണെങ്കിൽ മാത്രമേ NTA അംഗീകരിക്കുകയുള്ളൂ. മലയാളത്തിലോട്ട് മാറ്റിയൊരു ക്വസ്റ്റ്യൻ ആ മലയാളത്തിലോട്ട് മാറ്റിയിൽ വന്നൊരു തെറ്റാണെങ്കിൽ അത് അംഗീകരിക്കില്ല. ഇംഗ്ലീഷ് തൊട്ടിപ്പുറത്തുണ്ട്. എന്തുകൊണ്ടാണ്? പ്രാദേശിക ഭാഷകളാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ, ഇംഗ്ലീഷ് അല്ലാത്ത ഏത് ഭാഷയുമാണ് സെലക്ട് ചെയ്തതെങ്കിൽ അത് ബൈലാംഗ്വേജ്, അതായത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ രണ്ടും പ്രിന്റഡാണ്. ഇടത്തെ സൈഡിൽ ഇംഗ്ലീഷിനുള്ള ക്വസ്റ്റ്യൻ എല്ലാത്തിൻ്റെയും കൂടെ ഉണ്ട്, വലത് സൈഡിൽ മലയാളത്തിലുള്ള ക്വസ്റ്റ്യനും ഉണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ മാത്രമേ ഇംഗ്ലീഷിൽ മാത്രമേ ചോദ്യപേപ്പർ ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ ഏറ്റവും അവസാനം റെഫർക്ക് ചെയ്യാനായിട്ട് ഒരു ഷീറ്റ് മൊത്തം അവർക്ക് കൊടുത്തിട്ടുമുണ്ട്. സാധാരണ കുട്ടികൾ ഈ മലയാളം ഓപ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ റെഫർക്ക് ചെയ്യാൻ കൂടുതൽ ഷീറ്റ് കിട്ടും. അതായത് സാധാരണ ഒരു 32-36 പേജൊക്കെയാണ് നീറ്റ് എക്സാമിൻ്റെത്, ഇതൊരു 60 പേജോളം കിട്ടും. അപ്പോൾ കുട്ടികൾക്ക് റെഫർക്ക് കൂടുതൽ ചെയ്യാൻ താല്പര്യമുള്ളവർ യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല. ജെയ്മെയിൻ നമ്മൾ കണ്ടു, 10 സെറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കുട്ടികൾക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഫിസിക്സിന്റെ കെമിസ്ട്രിയുടെയും. കെമിസ്ട്രിയിലാകെ ഒരു 3-4 ക്വസ്റ്റ്യനുകളേ ഉള്ളൂ റെഫർക്ക് ചെയ്യാൻ പോലും. അത്രയ്ക്ക് ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻസ് ആണ് NTA ജെയ്മെയിന് പോലും ചോദിച്ചിരിക്കുന്നത്. ഫിസിക്സിനും അതുപോലെ തന്നെ 1 സ്റ്റെപ്പിലാണ് എല്ലാത്തിനും നമുക്ക് ആൻസറിൽ എത്താൻ സാധിക്കുന്നത്. അപ്പം നീറ്റ് 2024 ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. റഫർക്ക് ചെയ്യാനായിട്ട് കൂടുതൽ പേപ്പർ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടോ ഇംഗ്ലീഷ് അല്ലാതെ മറ്റൊരു ഭാഷയിൽ നീറ്റ് എക്സാം എഴുതണമെന്ന താല്പര്യം നമ്മൾക്കില്ല. സർ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം പ്രേക്ഷകരും എന്ന് തന്നെ നമുക്ക് പറയാം, പക്ഷേ ബോർഡ് എക്സാമിനായിട്ട് തയ്യാറെടുത്ത് തീർച്ചയായിട്ടും 2024 ബോർഡ് എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികളാണ് ഭൂരിഭാഗവും നീറ്റ് എക്സാം എഴുതുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ റിപ്പീറ്റേഴ്സ് ബാച്ച് നമ്മളെ സംബന്ധിച്ചോളം തിരിച്ചാണത്. അതെ സർ, അവരോട് സാറിന് പറയാനുള്ളത് എന്താണ്? 2024 ഈ നീറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് സാറിൻ്റെ ചോദ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. 2024 അപ്ലൈ ചെയ്യുന്നവർക്ക് അവരുടെ റോൾ നമ്പറോ +2ൻ്റെ മാർക്കോ ഒന്നും ഇപ്പം ചെയ്യേണ്ടതായിട്ടില്ല. പക്ഷെ ഒരു കോഡുണ്ട്, അതായത് 01 or 0234 എന്നൊരു കോഡ് എൻ്റർ ചെയ്യേണ്ടതിൽ 2024 ബോർഡ് എക്സാം എഴുതേണ്ടവർ 01 എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. +2വിന് ശേഷം റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ 02 എന്നാണ് കോഡ് കൊടുക്കേണ്ടത്. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. +2വിന് ശേഷം റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ മാർക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. +2ൻ്റെ റോൾ നമ്പർ, നിങ്ങൾക്ക് കിട്ടിയ മുഴുവൻ മാർക്കുകൾ ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. മൊത്തം കിട്ടിയ മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷിന് കിട്ടിയ മാർക്കുകൾ. അപ്പം CBSEയും സ്റ്റേറ്റും ആണെങ്കിൽ അവരുടെ മാർക്ക് ലിസ്റ്റ് കിടക്കുന്ന മാർക്ക് അതേപടി ആഡ് ചെയ്യാം. സ്റ്റേറ്റിൽ സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് ചെറിയൊരു സംശയം വരും, സെക്കൻഡ് ഇയറിൻ്റെ മാർക്കാണോ കൊടുക്കേണ്ടത് അതോ രണ്ടും കൂടെ ആഡ് ചെയ്ത മാർക്കാണോ കൊടുക്കേണ്ടതെന്ന് പറയും. അതിന് നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ ലഭിച്ച ഉത്തരമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന എന്താണോ അതാണ് കൊടുക്കേണ്ടത്. നമ്മുടെ സ്റ്റേറ്റ് സിലബസിന്റെ മാർക്ക് ലിസ്റ്റിൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒരുമിച്ച് തന്നെയാണ്. അപ്പം നമ്മൾ ആ മാർക്ക് ഒരുമിച്ച് തന്നെയാണ് കാണേണ്ടത്. 1200 മാർക്ക് കൊടുക്കുന്നു. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഇംഗ്ലീഷും 200 കിട്ടിയ മാർക്കുകളും ആഡ് ചെയ്യുന്നു. ഇനി ഇവിടെ നമ്മൾ കൊടുക്കുന്നതിനകത്ത് ആ മാർക്കിനകത്ത് തെറ്റിപ്പോയി എന്ന് വിചാരിക്കുക, സെക്കൻഡ് ഇയർ മാത്രം കൊടുത്തു എന്ന് വിചാരിക്കുക, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്താണ് മാർക്കിന്റെ പ്രാധാന്യം? നമുക്ക് 50% മാർക്ക് കിട്ടണമെന്ന നിബന്ധന മാത്രമേ NTAക്കുള്ളൂ. 99% ആണെങ്കിലും 65% ആണെങ്കിലും 51% ആണെങ്കിലും അതൊന്നും നീറ്റിന്റെ റാങ്കിനെ ബാധിക്കുന്നതല്ലല്ലോ. അതുകൊണ്ട് കൊടുക്കേണ്ടത് അങ്ങനെയാണെന്ന് മാത്രം, അതിൽ മാറ്റം വന്നെന്ന് വിചാരിച്ചൊന്നും നിങ്ങളുടെ നീറ്റ് റിസൾട്ടിനെ ബാധിക്കുന്നതല്ല. സർ, അതുപോലെ തന്നെ നീറ്റ് എക്സാമിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കും?
ഇപ്പം നമുക്ക് മെയ് 5-ാം തീയതി നീറ്റ് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ NDA സംബന്ധിച്ചോളം ഈ പരീക്ഷ എഴുതിയ 20 ലക്ഷം അല്ലെങ്കിൽ 23 ലക്ഷത്തോളം കുട്ടികളുടെ OMR തിരിച്ച് റീകളക്ട് ചെയ്യുകയും അത് സ്കാൻ ചെയ്ത് OMR റീഡർ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ് അവരെ സംബന്ധിച്ചോളം ആദ്യത്തെ ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു 3 ആഴ്ചക്കാലം സംബന്ധിച്ചോളം കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് പ്രത്യേകിച്ച് ഒരു നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല. എന്നാൽ മെയ് 5-ാം തീയതി തന്നെ എക്സാം എഴുതി കഴിയുമ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ഫാക്കൽറ്റീസ് ഉൾപ്പെടെയുള്ളവർ അതിനെ വളരെ ഡീറ്റെയിൽഡായിട്ട് അനലൈസ് ചെയ്യുകയും കൃത്യമായിട്ട് അതിൻ്റെ ഒരു ആൻസർ കീ എല്ലാവരിലും എത്തിക്കുകയും മാർക്കിനെ കുറിച്ചുള്ള ഏകദേശം ധാരണ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും അപ്പം എന്താണ് 2024 നീറ്റ് വെച്ചുള്ള ഓരോ കുട്ടികളുടെയും സാധ്യത എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് അവരുമായിട്ടുള്ള ഇതുപോലുള്ള ചർച്ചകളിൽ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഒഫീഷ്യലായിട്ടാണെങ്കിൽ 3 ആഴ്ചക്കാർക്ക് ശേഷം മെയ് 5-ന് ശേഷം 3 ആഴ്ചക്കാർക്ക് ശേഷം നീറ്റിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ എഴുതിയ OMR ഷീറ്റ് ഡിസ്പ്ലേ ചെയ്യും. നമ്മൾ എഴുതിയ അതേ എക്സാം സെൻറ്ററിൽ എഴുതിയ അതേ OMR ഷീറ്റ് നമുക്ക് കാണാം. ഇപ്പം നമ്മളെ ബ്രില്യൻറ്റിൻ്റെ എക്സാം എഴുതുന്നവരുടെ ബ്രില്യൻറ്റിൻ്റെ OMR ഷീറ്റ് നമ്മളെ ബ്രില്യൻറ്റിൻ്റെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കുട്ടികൾക്ക് കാണാം. ഈ മോഡൽ എക്സാം എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും OMR ഷീറ്റ് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കാണാം. എന്ന് പറഞ്ഞതുപോലെ തന്നെ നീറ്റ് എക്സാം എഴുതിയതിൻ്റെ നമ്മുടെ OMR ഷീറ്റ് നമുക്ക് നമ്മുടെ നീറ്റിൻ്റെ വെബ്സൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യും. അതിൻ്റെ റെസ്പോൺസ്, കുട്ടികൾ മാർക്ക് ചെയ്ത റെസ്പോൺസ്, ഓരോ ക്വസ്റ്റ്യനും നേരെ ഏത് ചോയ്സാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്നുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടും. NDA ഒഫീഷ്യലായിട്ട് ഈ നീറ്റിൻ്റെ ആൻസർ കീ പബ്ലിഷ് ചെയ്യും. ഈ 3 കാര്യത്തിലും എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാം. അതായത് നീറ്റിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം റീവാലുവേഷൻ, റീചെക്കിങ്, റീകാൽക്കുലേഷൻ, റീടാബുലേഷൻ ഇങ്ങനെയൊരു പ്രോസസ്സ് ഇല്ല. സുപ്രീം കോടതിയിൽ പോയാൽ പോലും നീറ്റിൻ്റെ റിസൾട്ടിനെ നമുക്ക് ചോദ്യം ചെയ്യാനാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, നീറ്റ് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ നീറ്റിൻ്റെ OMR ഷീറ്റ് അത് മാറിപ്പോയി എന്ന് പറയാനാവില്ല. നമ്മൾ എഴുതിയത് തന്നെ നമുക്ക് ഇങ്ങോട്ട് കാണാം. അതിൻ്റെ റെസ്പോൺസ്, നമ്മൾ ഈ 200 ചോദ്യങ്ങളിൽ ഏതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ റെസ്പോൺസ് നമ്മളോട് പറഞ്ഞു തരിക, ഇന്നതൊക്കെയാണ് താങ്കൾ മാർക്ക് ചെയ്തിരിക്കുന്നത്, ശരിയല്ലേ? ഒറിജിനൽ ഒഫീഷ്യൽ ആൻസർ കീ ഇതാണ് ഞങ്ങളുടെ ആൻസർ കീ. ഇതിൽ 3-ൽ ഓരോ ചോദ്യത്തിലും ഒക്കെ എന്തെങ്കിലും നമുക്ക് ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ നമുക്കത് പരാതി പറയാനുള്ള അവസരമുണ്ട്. അതിനുശേഷം മാത്രമേ നീറ്റ് റിസൾട്ട് പ്രഖ്യാപിക്കുകയുള്ളൂ. ഇത്തവണ നീറ്റ് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഡേറ്റ് കൂടി NDA പറഞ്ഞിട്ടുണ്ട്. ജൂൺ 14-ാം തീയതിയാണ് നീറ്റ് 2024 റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. അന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മാർക്ക്, ടോട്ടൽ മാർക്ക് 720 ടോട്ടൽ മാർക്ക്, ഓൾ ഇന്ത്യ റാങ്ക്, അതുപോലെ തന്നെ കാറ്റഗറി റാങ്ക്, നമ്മുടെ കാറ്റഗറിയിൽ നമ്മൾ എത്രാമത്തെ ആളാണ് എന്നുള്ളത്. ഇതിനകത്ത് ഈ ഓൾ ഇന്ത്യ റാങ്ക് എന്നുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യം. അതനുസരിച്ചാണ് അഡ്മിഷൻ മുഴുവൻ. കാറ്റഗറി റാങ്കിന് യാതൊരു പ്രാധാന്യവുമില്ല. ക്വാളിഫിക്കേഷൻ മാർക്ക്, ഇപ്പം നീറ്റിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നമുക്ക് പരിശോധിച്ചാൽ അറിയാം നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടിയാലാണ് ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല. മുൻ വർഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തം പരീക്ഷ എഴുതുന്നവരുടെ പകുതി ആൾക്കാർ ക്വാളിഫൈ ചെയ്യുന്ന മാർക്കാണ് പെർസെൻറ്റേജ് സ്കോർ, അതായത് ക്വാളിഫിക്കേഷൻ മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വാളിഫൈ ചെയ്യുന്ന പെർസെൻറ്റേജ് ഇപ്പം ജനറൽ വിഭാഗമൊക്കെ ആണെങ്കിൽ 50%, റിസർവേഷൻ ആണെങ്കിൽ 45% നീറ്റ് MBBS-നും BDS-നും അഡ്മിഷൻ കിട്ടാനുള്ള യോഗ്യതാ മാനദണ്ഡം. ഇത്തവണ അതെന്താ പറഞ്ഞിരിക്കുന്നത്? റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ പിന്നീട് പറയാം. മൊത്തം പരീക്ഷ എഴുതുന്നവരുടെ എണ്ണം നോക്കിയിട്ട് പിന്നീടേ പറയുള്ളൂ നീറ്റ് 2024 ക്വാളിഫൈ ചെയ്യുന്ന പെർസെൻറ്റേജ് സ്കോർ. കഴിഞ്ഞോണം 130 ജനറൽ വിഭാഗം, OBC വിഭാഗമൊക്കെ 117 മാർക്കായിരുന്നു. അപ്പോൾ ഇത്തവണത്തെ നമുക്കറിയണമെങ്കിൽ 50% ആണോ എന്നുള്ളത് പോലും അറിയണമെങ്കിൽ ജൂൺ 14-ാം തീയതി നമുക്ക് ആ കട്ട് ഓഫ് പെർസെൻറ്റേജ് അറിയാം. അതനുസരിച്ച് നമുക്ക് ക്വാളിഫൈ ആണോ എന്നറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് റിസൾട്ടിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. അതിനുശേഷം നമ്മുടെ കൗൺസിലിംഗ് പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുകയും നമുക്ക് ഏറ്റവും ആഗ്രഹിച്ച കോളേജുകളിലോട്ട് നമുക്ക് പ്രവേശനത്തിനായിട്ട് നമ്മുടെ പ്രിഫറൻസ് ഓർഡറുകൾ കൊടുക്കുകയും ചെയ്യാം. അപ്പം നീറ്റ് 2024 ലക്ഷ്യം വെച്ച് മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത് 20 ലക്ഷം വിദ്യാർത്ഥികളാണ്. കേരളത്തിൽ നിന്ന് തന്നെ ഏകദേശം 1.25 ലക്ഷം വിദ്യാർത്ഥികൾ ഇത്തവണ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാം തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇന്ന് മുതൽ ശിവൻ സാറ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് നമുക്കറിയാം, നമ്മുടെ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ വാരം ശിവൻ സാറിനൊപ്പം തന്നെ ശിവൻ സാർ കൃത്യമായി പറയുകയുണ്ടായി ആപ്ലിക്കേഷൻ വരുന്ന ആഴ്ച ഉണ്ടാവുമെന്ന്. അത് എത്തിയിരിക്കുകയാണ്. അതിന് ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് ഇപ്പോൾ പ്രധാനമായിട്ട് അറിയണമോ അതെല്ലാം ശിവൻ സാറ് ഈ ഒരു എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഫുൾ പാക്കേജ് എന്ന് തന്നെ നമുക്ക് പറയാം നിങ്ങളോട് സംവദിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിലും നിങ്ങളുടെ ഒപ്പം
ശിവൻ സാർ ഉണ്ടാവും. ശിവൻ സാറിൻ്റെ കൃത്യമായ മറുപടികൾ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.